ഇത് മാങ്ങ അച്ചാറാണ്. എല്ലാവർക്കും അറിയാം മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ. ഇപ്പം അറിയാത്തവർ ചുരുക്കമല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മളെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ മാങ്ങ അച്ചാർ. അപ്പം നമ്മുടെ മരത്തിലൂടെ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ചധികം മാങ്ങ കിട്ടി. മറ്റേറെ 8-10 മാങ്ങയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ പഴുത്ത കഴിക്കാൻ അത്ര രുചിയുള്ള മാങ്ങയൊന്നും അല്ല. അപ്പോൾ അത് കാരണം കുറച്ചധികം ഉണ്ടായപ്പോൾ കുറച്ചധികം അറുത്തെടുത്തിട്ട് ഇത് അച്ചാറുണ്ടാക്കി. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ അതിൽ ഞാനൊരു പൊടിക്കൈ ചേർക്കുന്നുണ്ടെന്ന് മാത്രം. അതും ചേർക്കുന്നുണ്ടാവും, പക്ഷേ രീതികൾ വേറെ ആയിരിക്കും. ഞാൻ കടുക് ഉലുവയും പൊട്ടിച്ചിട്ട് ചുവന്ന മുളക്, പച്ചമുളക് ഇതെല്ലാം വഴറ്റിയെടുത്തു. അതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് വഴറ്റിയിട്ട് മഞ്ഞൾ, കായം, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കുറച്ച്, നല്ല എരിവുള്ള മുളക് പൊടി കുറച്ച്, അതും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര. നമ്മൾ ഈ മുളക് എല്ലാം ഇങ്ങനെ എണ്ണയിൽ വഴറ്റുണ്ടല്ലോ, നല്ല എണ്ണയിലാണല്ലോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അത് ഒരു 4 ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്താൽ നല്ലൊരു രുചിയും കൂടും. അങ്ങനെ ചെയ്തിട്ട് ഇതായിട്ട് അത് നമ്മൾ ഒന്ന് തീ ഓഫാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് വിനാഗിരി ചേർത്ത് അത് ഒന്ന് നല്ല മിക്സാക്കി, എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് തണുക്കാൻ വെച്ചു. തണുത്ത ശേഷമാണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ മാങ്ങയെല്ലാം ചേർത്ത് നല്ല മിക്സാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് വിഷുവൊക്കെ അല്ലേ നമുക്ക് വരുന്നത്. അപ്പോൾ വിഷുവൊക്കെ വരുമ്പോൾ ഇപ്പം മാങ്ങ പറിച്ച് അച്ചാറിട്ടില്ലെങ്കിൽ വിഷുവൊക്കെ ആകുമ്പോഴേക്കും മാങ്ങ പഴുത്തു പോകും. അപ്പോൾ അച്ചാറുണ്ടാക്കാനൊന്നും ഇത് കിട്ടില്ല. അപ്പോൾ വിഷു ആകുമ്പോഴേക്ക് സ്റ്റോക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് കണ്ടോ. നല്ല കുത്തരിയുടെ കഞ്ഞിയെല്ലാം കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. നല്ല രുചി തന്നെയാണ് കേട്ടോ, വെറുതെ പറയുകയല്ല. ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും എൻ്റെ രീതി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് നല്ലൊരു രുചിയുള്ളൊരു അച്ചാറാണ് കേട്ടോ. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്, അതിനാണ് ഞാൻ പഞ്ചസാര കുറച്ച് അധികം ചേർത്തത്. അപ്പോൾ ആ പുളി ഒന്ന് നല്ലപോലെ മാനേജ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഇതാണ്. ഞാൻ ഒരു വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളമൊന്നും ചേർക്കാതെ കട്ടിയിലുള്ള ഒരു ഇതാണ്. ഇത് ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ്. നല്ല കുത്തരിയുടെ നല്ല ചൂടുള്ള കഞ്ഞി, അതിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് എൻ്റെ കയ്യിൽ ഇതിങ്ങനെ ഫോണിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ അറിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞത് കേട്ടോ. എനിക്ക് രണ്ടും കൂടി ചെയ്യാനുള്ളൊരു ഇത് അറിയില്ല. എനിക്ക് എൻ്റെ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യാനറിയില്ല, അതുകൊണ്ടാണ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തന്നത് കേട്ടോ.